ഇപ്പോൾ സീരിയൽ കഴിഞ്ഞ് സിനിമ കഴിഞ്ഞു ഇപ്പോൾ ഷോർട്ട് ഫിലിമുകളുടെ ഒരു ഇത് വരുന്നുണ്ട്, കൂടുതൽ ശ്രദ്ധേയമാവുന്ന ഒരുപാട്. അത് പോസിറ്റീവാണ്. ഷോർട്ട് ഫിലിംസ് ഉണ്ടാവുന്നത് വളരെയധികം പോസിറ്റീവാണ്. കാരണം നല്ല സൃഷ്ടികൾ അതിൽ ഒരുപാട് ഉണ്ടാവും. കാരണം കുറച്ച് ചെറിയ സമയം കൊണ്ട് ഉണ്ടാകുന്ന സമയമല്ല. മറ്റേ ടെലിവിഷൻ എന്ന് പറയുമ്പോൾ മെഗാ പരമ്പരകൾ അങ്ങനെയല്ല. കാരണം അങ്ങനെ വളരെ മാത്രമായ ഒരു അതിലൊരു എന്താ പറയുക പെർഫെക്ഷൻ ഒന്നും കൊണ്ടുവരാൻ പറ്റില്ല പലപ്പോഴും. കാരണം അതിൻ്റെതായ ഇത്ര സമയത്തിനുള്ളിൽ തീർക്കണം, ഇത്ര പൈസയ്ക്കുള്ളിൽ തീർക്കണം എന്നൊക്കെ ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട് ഇവർക്ക്. അപ്പോൾ അത് നമ്മൾ ഈ വളയമില്ലാതെ ചാടുന്ന ആൾക്കാരായിട്ടാണ് ഞാൻ മെഗാ പരമ്പരയിലെ ആൾക്കാരെ കുറിച്ച് പറയാറുള്ളത്. കാരണം അവർക്ക് വലയമില്ല. വളയമില്ലാതെ വളയമില്ലാതെ ചാടും. ആദ്യം വളയത്തെ കൂടി ചാടി പിന്നെ വളയമില്ലാതെ ചാടുന്നു. അങ്ങനെ ചാട്ടക്കാരായിരുന്നു നമ്മളൊക്കെ. അതായത് പലപ്പോഴും നമ്മൾ പല സിനിമകൾ ചെല്ലുമ്പോൾ ആൾക്കാർ ചോദിക്കുന്നത് ആ ഡയലോഗ് പഠിച്ചോ എന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മൾ ചില ഈ 2 പേജൊക്കെ ഉള്ള ഡയലോഗുകൾ ഇങ്ങനെ അവിടുന്ന് പ്രോംപ്റ്റ് ചെയ്യുന്നു. കാരണം ഇത് പഠിക്കാനൊന്നും സമയമില്ല, അപ്പോൾ എഴുതി കൊണ്ടുവന്ന സാധനമായിരിക്കും. അപ്പോൾ ആ വെച്ച് ഒരു അഡ്ജസ്റ്റ്മെൻ്റാണ്. അങ്ങനെ ചെയ്തിട്ടാണ് നമ്മൾ ഈ ക്വാളിറ്റി പലപ്പോഴും ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ അങ്ങനെ പക്ഷേ ഔട്ട്പുട്ട് മാത്രമേ ജനങ്ങൾ അറിയുന്നുള്ളൂ. ഇത് എങ്ങനെയുള്ള അപ്പോൾ ഔട്ട്പുട്ടാണ് പ്രധാനം. അതാണ് ഞാൻ സിനിമ എന്ന് പറഞ്ഞ് നമ്മൾ ഫോക്കസ് ചെയ്യണം, നേരത്തെ കൂട്ടി ഫോക്കസ് ചെയ്യേണ്ടതായിരുന്നു എന്ന് ചോദിച്ചാൽ അങ്ങനെ ഞാൻ വിശ്വസിക്കുന്നില്ല. ഞാനിപ്പോൾ എൻ്റെ ഫോക്കസിങ് 2 വർഷമായി ഫോക്കസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. ഫോക്കസൊക്കെ ഒരുവിധം തെളിഞ്ഞു വരുന്നുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഇതിലെ സബ്ജക്റ്റുകളെ പറ്റി പറയുകയാണെങ്കിലും സീരിയലുകളുടെ സബ്ജക്റ്റുകളെ പറ്റി പറയുകയാണെങ്കിൽ ഇപ്പോൾ എല്ലാ സീരിയലിലും എനിക്ക് തോന്നുന്നു കരയുന്ന ഒരു സ്ത്രീ ഇല്ലാത്ത ഒരു സീരിയലും ഇല്ല എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം പിടിച്ചെടുത്താൻ ഈ കണ്ണീര് തന്നെ വേണം, മുന്നത്തെ അപേക്ഷിച്ച് ദൂരദർശന. അത് മുഴുവനായിട്ടും ഞാൻ ഈ അതിൻ്റെ മേക്കിങ്ങിൻ്റെ ആളുകളെ കുറിച്ചോ അല്ലെങ്കിൽ അവരെ കുറ്റം പറയാൻ പറ്റില്ല. കാരണം വെച്ചാൽ ഞാൻ പറയണതിന് പ്രിയപ്പെട്ട പ്രേക്ഷകർ മാറണം. പ്രേക്ഷകർക്ക് ഈ കണ്ണീർ വേണ്ട എന്ന് അവർ വിധി എഴുതണം. എന്നാൽ മാത്രമേ ഇതിലൊരു മാറ്റം ഉണ്ടാവുള്ളൂ. അല്ലാതെ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇപ്പൊ ഈ പറഞ്ഞില്ലേ കണ്ണീരാണ് സീരിയൽ എന്ന് പറഞ്ഞാൽ കണ്ണീരാണ്. അങ്ങനെ എല്ലാ സീരിയലുകൾ വരണം. ഇവിടെ വളരെ മനോഹരമായ സീരിയലുകൾ ഉണ്ടായിട്ടുണ്ട്, ആക്ഷൻ സീരിയലുകൾ ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ ഇപ്പോൾ ഇൻവെസ്റ്റിഗേറ്റീവ് സീരിയലുകൾ ഉണ്ടായിട്ടുണ്ട്. അത്തരം സീരിയലുകളെ പ്രൊമോട്ട് ചെയ്യാൻ പ്രേക്ഷകരും തയ്യാറാവണം, ചാനലും തയ്യാറാവണം. എന്നാൽ മാത്രമേ ഇതിന് മാറ്റം ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ഈ കണ്ണീരും കരച്ചിലും ഈ അമ്മായിമ്മ പോരും സ്ഥിരം കാണിച്ചുകൊണ്ടിരിക്കും. കാരണം അതൊരു ഷുവർ ബെറ്റാണ്. മറ്റതൊരു അത്ര ടെൻഷനുള്ള കാര്യമാണ്. ഇപ്പോഴും ഷുവർ ബെറ്റ് ഉണ്ടാക്കാനുള്ള ആൾക്കാർ ആഗ്രഹിക്കുക. കാരണം റിസ്ക് എടുക്കാനും തയ്യാറല്ല. ഇതിനൊരു ഇടയ്ക്ക് വന്ന ഒരു കാര്യമാണ് റിയാലിറ്റി ഷോകൾ ഒരു പരിധിവരെ എനിക്ക് തോന്നുന്നു സീരിയലുകളുടെയൊക്കെ സമയത്തെ അപകരിച്ചിട്ടുണ്ട് എന്ന് തോന്നുന്നു. റിയാലിറ്റി ഷോകളുടെ ഒരു ഇതിനെ പറ്റിയിട്ട് എന്താ പറയാനുള്ളത്? റിയാലിറ്റി ഷോകൾ ആസ്വദിക്കുന്നവർ ആസ്വദിക്കട്ടെ. കാരണം ഞാൻ റിയാലിറ്റി ഷോകളൊന്നും പങ്കെടുത്തിട്ടുള്ള ആളല്ല. അതുകൊണ്ട് എനിക്ക് റിയാലിറ്റി ഷോനെ കുറിച്ച് ഞാനിപ്പോൾ എന്തെങ്കിലും പറഞ്ഞാൽ ഞാനതിൽ പങ്കെടുക്കാത്ത ആളായതുകൊണ്ടാണെന്നൊക്കെ പറയും. റിയാലിറ്റി ഷോ എല്ലാം ഒരു ലിമിറ്റ് വരെ എല്ലാം പാടുള്ളൂ. ലിമിറ്റിനപ്പുറം പോയാൽ ഇതെല്ലാം അരോചകമാവും. നമ്മൾ പാലട നല്ല ഇഷ്ടമുള്ള സാധനമാണെന്ന് പറഞ്ഞ് ഒരു ഗ്ലാസ് കുടിച്ചു, 2ാമത്തെ ഗ്ലാസ് കുടിച്ചു കഴിഞ്ഞ് 3ാമത്തെ ഗ്ലാസ്സിലേക്ക് പോയി കഴിഞ്ഞാൽ അയാൾ പിന്നെ അവസാനം ഷുഗർ വന്ന് തട്ടിപ്പോകുന്ന അവസ്ഥ വരും, അല്ലെങ്കിൽ ഇതിനെ ഛർദ്ദിക്കുന്ന അവസ്ഥ വരും. കാരണം ഇതിനെല്ലാറ്റിനും കൂടുതൽ അരോചകമാവുന്ന ലെവലിലേക്ക് സാധനം പോകാൻ പാടില്ല. അങ്ങനെ പോയാൽ അതിന് സുഖം നഷ്ടപ്പെടും. ആദ്യം വന്ന റിയാലിറ്റി ഷോസിന് ഉണ്ടായിരുന്ന പ്രേക്ഷകരല്ല ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ വെറുതെ അവർക്ക് വേറെ ഒന്നും കാണാനില്ല, എന്നാൽ അവനെ കണ്ടേക്കാം എന്നുള്ളതിലുള്ള ഇതാണ്. പക്ഷേ ഒരുപാട് പേർക്ക് അവസരം ലഭിക്കുന്നുണ്ട്, ഒരുപാട് പുതിയ ആൾക്കാർ വരുന്നുണ്ട്. അത് വളരെ പോസിറ്റീവായ ഒരു കാര്യമാണ്. അതായത് ഇപ്പോൾ ഏത് റിയാലിറ്റി ഷോയിലാണെങ്കിലും വളരെ മികവുറ്റ പ്രതിഭകളെ കണ്ടെത്താൻ പറ്റുന്നുണ്ട്. ആ അർത്ഥത്തിൽ അത് വളരെ പോസിറ്റീവാണ്. പിന്നെ വേറെ ഏതൊക്കെ അർത്ഥത്തിൽ പോസിറ്റീവാണെന്ന് എനിക്ക് അറിയില്ല, കാരണം ഞാൻ പങ്കെടുത്തിട്ടില്ല. കാണാറുള്ളപ്പോഴുള്ള ഒരു പോസിറ്റീവ് സൈനാണ് പറഞ്ഞത്. നല്ല ഇപ്പോൾ ഒരു റിയാലിറ്റി ഷോ കാണുമ്പോൾ അതിലൊരു നല്ല പ്രതിഭ അല്ലെ നമുക്ക് കണ്ടെത്താൻ പറ്റും. വളരെയധികം ഇത്രയും പ്രതിഭകൾ ഇവിടെ ഉണ്ട് അല്ലേ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അതൊരു വലിയ പോസിറ്റീവായ കാര്യമാണ്. കാരണം ഒരു ആളെ നമുക്കിപ്പോൾ നമ്മളിൽ എന്തൊക്കെ കഴിവുണ്ടെന്നുള്ളത് നമ്മൾ തെളിയിക്കണമെങ്കിൽ നമ്മളത് പെർഫോം ചെയ്ത് കാണിക്കുമ്പോൾ മാത്രമേ അല്ലേ വരുള്ളൂ. അല്ലാതെ നമ്മൾ കഴിവുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. തിരിച്ച് കുടുംബത്തിലേക്ക് വരികയാണെങ്കിൽ കുടുംബത്തിൽ ആരെങ്കിലും അഭിനയ പാരമ്പര്യമുള്ളവരുണ്ടോ? ഇല്ല, ആരും അഭിനയ പാരമ്പര്യമുള്ള ആരുമില്ല. കലാകാരന്മാരെന്നുള്ള കുടുംബത്തിൽ നിന്ന് വന്നല്ല ഞാൻ. എന്നെ സംബന്ധിച്ച് ഞാനൊരു ഒറ്റയാൻ ലെവലിൽ വന്നുള്ള ആളാണ്. കാരണം വെച്ചാൽ വേറെ ഇവരൊക്കെ എന്നെ പ്രോത്സാഹിപ്പിക്കുമായിരുന്നു, എൻ്റെ കുടുംബാംഗങ്ങൾ പ്രോത്സാഹിപ്പിക്കുമായിരുന്നുള്ള ഒഴിച്ചാൽ ഞാനത് വളരെയധികം റിസ്ക് എടുത്ത് ഈ രംഗത്ത് വന്ന ആളാണ്. അപ്പോൾ അതുകൊണ്ട് കുടുംബത്തിൽ നിന്ന് ഒരാൾ എന്നെ കൊണ്ടുവരാതെ നമ്മുടെ ഒരാളാണെന്ന് പറഞ്ഞ് കയറ്റി വിടാനൊന്നും ആരും ഉണ്ടായിരുന്നില്ല. അവരുടെ ഒരു സപ്പോർട്ട് പോസിറ്റീവായിരുന്നു. സപ്പോർട്ടിനൊന്നും കുഴപ്പമില്ല. ചെറുപ്പകാലങ്ങളിൽ നാടകമൊക്കെ പഠിക്കാൻ പോകുമ്പോൾ അത്ര ഒരു പോസിറ്റീവ് എന്ന് പറയാൻ പറ്റില്ല. നാടകം പഠിക്കുമ്പോൾ എഞ്ചിനീയറിംഗ് പഠിക്കാൻ പോകുമല്ലോ, നാടകമാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നാടകം പഠിക്കാൻ പോകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നാടകം പഠിച്ചിട്ട് ഇയാൾ നാടകക്കാരനായി അയാൾ എങ്ങനെ ജീവിക്കും എന്നുള്ള ആങ്സൈറ്റി അവർക്കുണ്ടായിരുന്നു. എന്നാൽ പോലും അവരെന്നെ നിരുത്സാഹപ്പെടുത്തിയിരുന്നില്ല. അവരെന്നെ ഇപ്പോൾ പ്രോത്സാഹിപ്പിച്ചു എന്ന് ഒരുപാട് പറയുന്നില്ലെങ്കിൽ പോലും നിരുത്സാഹപ്പെടുത്തിയിരുന്നില്ല. ഒരിക്കലും
ഘട്ടത്തിൽ പോലും നിരുത്സാഹപ്പെടുത്തിയിരുന്നില്ല. പക്ഷെ എനിക്ക് അതുകൊണ്ട് റെസ്പോൺസിബിലിറ്റി കൂടുതലായിരുന്നു. ഞാൻ ഒരു കലാകാരൻ എന്ന നിലയ്ക്ക് എൻ്റെ ഒരു വ്യക്തി ജീവിതത്തിലും എൻ്റെ ഒരു കലാജീവിതത്തിലും ഞാൻ തെളിയിക്കപ്പെടണം എന്നുള്ളത് എനിക്ക് നിർബന്ധ ബുദ്ധി ഉണ്ടായിരുന്നു. അപ്പോൾ അതൊരു ശരിക്കും പറയുകയാണെന്ന് വെച്ചാൽ അവിടെ റിസ്ക് ആണത്. നമുക്കൊരു പുറമേ നിന്നുള്ളൊരു സപ്പോർട്ട് ഇല്ലാതെ നമ്മൾ ഒറ്റയ്ക്ക് വന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ നമ്മളൊരു പെട്ടെന്നൊരാൾ നമുക്കിപ്പോൾ ഈ പറഞ്ഞ അനിശ്ചിതാവസ്ഥയെക്കുറിച്ചൊന്നും മറ്റൊരാൾ ആകുലപ്പെടുന്ന പോലെ ഞാൻ ആകുലപ്പെടാറില്ല. കാരണം അനിശ്ചിതാവസ്ഥ കുറേ കണ്ടതാണ് നമ്മൾ. കാരണം വേറെ ജോലികളൊന്നും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളല്ലല്ലോ. ഭാര്യ, കുട്ടികൾ? ഭാര്യ ഹൗസ് വൈഫാണ്, വിദ്യാലക്ഷ്മി എന്നാണ് പേര്. കുട്ടികൾ ആത്മന മേനോൻ, ധനൂർ മേനോൻ. രണ്ടുപേരും ആത്മന 9ാം ക്ലാസ്സിൽ പഠിക്കുന്നു, ധനൂർ 4ാം ക്ലാസ്സിൽ പഠിക്കുന്നു. അവരിൽ ആരെങ്കിലും ഒക്കെ അഭിനയം എന്നല്ല, അവർ കലാകാരന്മാരും അല്ലെങ്കിൽ കലാകാരനാണെന്ന് പറയാം. പക്ഷെ അതിലൊന്നും അവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അവർ ചെയ്യട്ടെ എന്നുള്ളതല്ല. ഞാൻ നിരുത്സാഹപ്പെടുത്തില്ല, പക്ഷേ ഞാൻ പ്രോത്സാഹിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം ഇത് എല്ലാവർക്കും പുതിയ വരുന്ന ജനറേഷനിലെ ആളുകളോ അല്ലെങ്കിൽ പുതിയ വരുന്ന തലമുറ ആൾക്കാരൊക്കെ ഈ പെട്ടെന്ന് നിരാശരാകും. ഒരു വർഷം കൊണ്ടൊക്കെ നമുക്ക് എന്തെങ്കിലും നേടിയെടുക്കണം, അല്ലെങ്കിൽ ഒരു മാസം കൊണ്ട് നേടിയെടുക്കണം, ഇങ്ങനെയുള്ള ആറ്റിറ്റ്യൂഡ് ഉണ്ട് എല്ലാറ്റിനോടും. ഞാൻ പൊതുവെയാണ് പറയുന്നത്, എൻ്റെ മക്കളുടെ കാര്യമല്ല പറയുന്നത്. അപ്പോൾ അവരെ സംബന്ധിച്ച് ചിലപ്പോൾ അവർ പെട്ടെന്ന് നിരാശപ്പെട്ടേക്കാം, അല്ലെങ്കിൽ പെട്ടെന്ന് എൻ്റെ അത്രയും ക്ഷമയൊന്നും അവർക്ക് ഉണ്ടാവില്ല. ഒരു കലാകാരന് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള സാധനമാണ് ക്ഷമ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എൻ്റെ ഏറ്റവും മികച്ച കഥാപാത്രങ്ങൾക്കായിട്ട് ഞാൻ ക്ഷമയോടെ കാത്തിരിക്കുകയാണ് ഇപ്പോഴും. സിനിമയിൽ ഞാൻ മികച്ച കഥാപാത്രങ്ങൾ എനിക്ക് ലഭിക്കുമെന്ന് ഞാനത് ഭംഗിയായി ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനിയിപ്പോൾ ജനങ്ങളെന്ന് വിശ്വസിപ്പിക്കാനുള്ള സാധനങ്ങൾ കിട്ടിയാലേ അത് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ഇവരെ പുതിയ കുട്ടികളെ അല്ലെങ്കിൽ ഇപ്പോൾ എൻ്റെ മക്കളോട് തന്നെ പറയുമ്പോൾ അവരോട് അങ്ങനെ നമ്മൾ കാണിച്ച അത്ര ക്ഷമ അവർ കാണിക്കുന്നു എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ മാത്രമല്ല, ഇപ്പോൾ അങ്ങനെ നമ്മൾ ശടിക്കുന്നത് ശരിയല്ല. നമ്മളിപ്പോൾ മകൻ കലാകാരനാവണമെന്ന് ആഗ്രഹിക്കുക, അങ്ങനെയാണെന്ന് വെച്ചാൽ എൻ്റെ അച്ഛൻ്റെ ആഗ്രഹം ഞാൻ അഡ്വക്കേറ്റ് ആവണമെന്നായിരുന്നു. അദ്ദേഹം അത് ബലം പിടിച്ചിരുന്നെങ്കിൽ ഞാൻ കലാകാരനാവില്ലായിരുന്നു. അപ്പം നമ്മൾ അവരുടെ മേഖലയിലേക്ക് വിട്ടുകൊടുക്കാത്തേ ഉള്ളൂ. പുതിയ പ്രോജക്റ്റുകളെ പറ്റി, പുതിയ സിനിമ ഇറങ്ങാനിരിക്കുന്ന സിനിമയെക്കുറിച്ചാണ് ഒന്ന് പറയാറുള്ളത്. ഇപ്പോൾ ഉടനെ ഇറങ്ങാനുള്ള സിനിമ എന്ന് പറഞ്ഞാൽ സപ്തമശ്രീ തസ്കര എന്ന് പറഞ്ഞ സിനിമയാണ്. അനിൽ രാധാകൃഷ്ണൻ കഴിഞ്ഞ വർഷത്തെ മികച്ച നാഷണൽ അവാർഡ്, മലയാള സിനിമയ്ക്കുള്ള നാഷണൽ അവാർഡ് സ്റ്റേറ്റ് അവാർഡും കിട്ടി. അദ്ദേഹത്തിൻ്റെ നോർത്ത് 24 കാലത്തിൻ്റെ ഡയറക്ടറുടെ സിനിമയാണത്. അതാണ് ഉടനെ ഇറങ്ങാനുള്ള സിനിമ. വേറെ അതും അണിയറയിലൊക്കെ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. ഇതെല്ലാം ഞാൻ ഈ സംഭവിച്ചതിന് ശേഷം മാത്രമേ പരസ്യപ്പെടുത്താറുള്ളൂ. കാരണം അങ്ങനെ ആകുമ്പോൾ മാത്രമാണ് നമുക്കത് കോൺഫിഡൻ്റ് ആയിട്ട് പറയാൻ പറ്റുക. മറ്റതൊക്കെ ചില കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ നമ്മൾ പറഞ്ഞിട്ട് എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അവർ ചോദിക്കും നമ്മളോട്, മറ്റേ പറഞ്ഞ എന്തായി ചോദിക്കുമ്പോൾ നമ്മളത് ഓൾറെഡി മറക്കാൻ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന സംഭവമായിരിക്കും. അപ്പോഴായിരിക്കും വീണ്ടും കുത്തി ചോദിക്കുക. അതുകൊണ്ട് ഇപ്പോൾ ഈ റിലീസാവാൻ പോണ സിനിമയാണ് ഇത്. വേറെ മഴനീർത്തുള്ളികൾ എന്ന് പറഞ്ഞ വി കെ പ്രകാശിൻ്റെ സിനിമ ഉണ്ട്. 1-2 സിനിമകൾ റിലീസാവാൻ പോകുന്നു. അതിലൊക്കെ നല്ല കഥാപാത്രങ്ങളാണ്. അതുകൊണ്ട് നമ്മൾ പ്രതീക്ഷയോടെ കാത്തിരിപ്പ് തുടരുന്നു. വെയിറ്റിംഗ് ഫോർ ഗോദോ എന്ന് പറഞ്ഞ പോലെ വെയിറ്റിംഗ് ഫോർ മികച്ച വേഷങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള വെയിറ്റിങ്ങിലാണ്. തീർച്ചയായിട്ടും മംഗ്ലീഷ് തിയേറ്ററുകളിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത് സർ? പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ആദ്യം പറയാനുള്ളത്, എല്ലാവർക്കും ഒരു പെരുന്നാൾ ആശംസകൾ. അതൊരു സൗഹൃദത്തിൻ്റെ, സന്തോഷത്തിൻ്റെ വളരെ നല്ലൊരു പെരുന്നാളാവട്ടെ ഈ പെരുന്നാൾ എന്ന് ഞാൻ ആശംസിക്കുന്നു. നല്ല സിനിമകളെ തീർച്ചയായും തിയേറ്ററുകളിൽ പോയിട്ട് തന്നെ അത് കണ്ട് വിജയിപ്പിക്കണം എന്നാണ്. കാരണം അങ്ങനെ ആകുമ്പോൾ മാത്രമാണ് നല്ല സിനിമകൾ ഏതാണ്, മോശമായ സിനിമകൾ ഏതാണ്, എങ്ങനെ സിനിമകൾ നല്ലതാക്കാം, മികച്ചതാക്കാമെന്ന് നമ്മുടെ ഫിലിം മേക്കേഴ്സിന് പോലും അങ്ങനെ ചിന്തിക്കുന്നത്. നമ്മുടെ മംഗ്ലീഷ് എന്ന് പറയുന്നത് വളരെയധികം ആസ്വദിക്കാവുന്ന തികച്ചും നല്ല എൻ്റർടൈനറാണ്. ഒരിക്കൽ പോലും അത് നമ്മൾ എടുത്തു പറയുന്നത് നല്ല എൻ്റർടൈനറാണ്. അപ്പോൾ അങ്ങനെ ഒരു സിനിമ എന്ന് പറഞ്ഞാൽ ഈ ആഘോഷവേളയിൽ ഏറ്റവും ആഘോഷത്തോടെ തന്നെ ഫാമിലി ആയിട്ട് പോയിരുന്ന് കാണാവുന്ന സിനിമയാണ്. ആ സിനിമയെ കണ്ട് വിജയിപ്പിക്കുക. അതിൻ്റെ ആ ഒരു വിജയം നിങ്ങളോടൊപ്പം ഞാനും ആഘോഷിക്കാനുള്ള ഇടയുണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. തീർച്ചയായും ചേട്ടാ, ഇത്രയും സമയം വന്ന് ഞങ്ങൾക്കൊപ്പം ഇരുന്ന് ഇത്രയും വിശേഷങ്ങൾ പങ്കുവച്ചതിന് വളരെയധികം നന്ദി. ചേട്ടൻ പറഞ്ഞതുപോലെ തന്നെ നല്ല കാത്തിരിപ്പ് സഫലമാവട്ടെ. എല്ലാവിധ ആശംസകളും.